ഹലോ ഡിയർ സാന്ത്വനം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മിത്രയുടെ ആ ഒരു മിത്രയോടുള്ള നമ്മുടെ ആര്യന്റെ ആ ഒരു സ്നേഹം കണ്ട് നമ്മുടെ ഗോമതിക്ക് നമ്മുടെ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ ഗോമതി നമ്മുടെ മിത്രയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കൂടെ നമ്മുടെ മീനാക്ഷിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് നിൽക്കാതെ നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, ഓ പണ്ട് നിങ്ങൾ പൂച്ചയും എലിയും ആയിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ കടിച്ചു കീറാൻ ചെല്ലുന്നു, ദേഷ്യം അങ്ങോട്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായല്ലോ, നീ എങ്ങനെ അവനെ മാറ്റിയെടുത്തു എന്നൊക്കെ നമ്മുടെ മിത്രയോട് ചോദിക്കുമ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട്, ഏയ് അതെല്ലാം സീക്രട്ട് ആണ്, അതൊന്നും പറഞ്ഞു തരൂല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്ര ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീദേവി ഇവരോടൊപ്പം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ടേ. അപ്പൊ തന്നെ എല്ലാവരും ഒഴിഞ്ഞു മാറും. നമ്മുടെ ഗോമതി, അയ്യോ എനിക്ക് അവിടെ പണിയുണ്ട്. അപ്പൊ നമ്മുടെ മീനാക്ഷി നൈസായിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. നമ്മുടെ മിത്രയും, അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളയുവാട്ടോ. ലാസ്റ്റ് നമ്മുടെ ശ്രീദേവിക്ക് തന്നെ മനസ്സിലായി, ഓ താൻ ഇത്ര ബോറായിരുന്നോ എന്ന് നമ്മുടെ ശ്രീദേവി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീദേവി നമ്മുടെ അമ്മയെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുവാട്ടോ. ആര്യൻ ഈ മാസത്തെ ചെലവിന് പൈസ കൊടുത്തു എന്നൊക്കെ. അപ്പൊ നമ്മുടെ ശ്രീദേവിയുടെ അമ്മ പറയുന്നുണ്ട്, ആഹാ എത്രയോ നാളും ആനന്ദ് ഒറ്റയ്ക്കായിരുന്നോ ആ കുടുംബം നോക്കിയിരുന്നത്, ഇവരാരും ചെലവിന് കൊടുക്കൂലായിരുന്നോ എന്നൊക്കെ നമ്മുടെ അമ്മ ഇങ്ങനെ കുശുമ്പ് പറഞ്ഞ് നമ്മുടെ ശ്രീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻ നമ്മൾ ആരെയും ഈ ചെലവിന് പൈസ തന്ന കാര്യമൊക്കെ നമ്മുടെ ബാലൻ കടയിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ധർമ്മൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകന് ആ ഒരു മകന്റെ സ്നേഹം കൊടുത്ത് നോക്കണം, അപ്പൊ പിന്നെ അവന് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലനോട് നമ്മുടെ ധർമ്മൻ പറയുന്ന കുറച്ച് രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാലൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്, എവിടെ ബാലൻ ഈ ചിന്ത മാത്രമേ ഉള്ളൂ, ഒന്നും പ്രവർത്തിക്കുന്നില്ല അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.